Hi, hello. A beautiful morning from Kanyakumari. So today is August 11th. ഹെനു ബേബിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. ഈവനിങ് 4 o'clockനാണ് ബർത്ത്ഡേ ഫംഗ്ഷൻ. ഹെനു ബേബി രാവിലെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ എണീറ്റ് ഉടനെ തന്നെ ഫുൾ കളിയാണ്. എത്ര പെട്ടെന്നായാലും ഓരോ വർഷങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്ന കഴിഞ്ഞ August 11th നമ്മുടെ കയ്യിൽ കുഞ്ഞു ബേബി ആയിട്ടുണ്ടായിരുന്ന ആളാണിത്. ഇപ്പോൾ 1 year ആയിട്ടുണ്ട്. അപ്പോൾ ജോക്കുട്ടനും രാവിലെ നേരത്തെ എണീറ്റ് ഹെനു ബേബീൻ്റെ ടോയ്സ് ഒക്കെ എടുത്ത് വെച്ച് കളിക്കുന്നുണ്ട്. പപ്പ പത്രമൊക്കെ വായിക്കണം. പപ്പയ്ക്ക് തമിഴൊക്കെ വായിക്കാൻ അറിയാവുന്നതുകൊണ്ട് ആൾ തമിഴ് പത്രം എടുത്ത് വെച്ച് വായിക്കുന്നുണ്ട്. ഞങ്ങൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇരുന്നു. അങ്ങനെ ഞാൻ കാമായിട്ടിരുന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിനെ എൻജോയ് ചെയ്ത് കഴിക്കുന്നുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിന് പൂരി, കടലക്കറി ആൻഡ് വട ചട്നിയാണ്. ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വട ചട്നി ഇല്ലാത്ത ബ്രേക്ക്ഫാസ്റ്റ് അവർ കംപ്ലീറ്റ് ആവില്ല കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റിന് ചട്നി വട ഉണ്ടാവും. അങ്ങനെ ജോക്കുട്ടനും ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നുണ്ട്, അവൻ എടുത്ത് കഴിക്കുന്നുണ്ട്. ബർത്ത്ഡേ ഫംഗ്ഷൻ ഈവനിങ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് കുറേ ടൈം ഉള്ളത് കൊണ്ടും ഞാനും പപ്പയും ചിന്നുമായിട്ട് ഞങ്ങൾ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. കാരണം ഡ്രൈവിംഗ് ക്ലാസ്സിന് ഞാൻ പോകാറുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ, കുറച്ച് പേർക്കെങ്കിലും അറിയാം. പക്ഷേ ഞങ്ങളുടെ കാർ ഇതുവരെയ്ക്കും ഓടിച്ചിട്ടില്ല. ഇതിപ്പോൾ പപ്പയുടെ കാറാണ്. ചിന്നു ആക്ച്വലി ഡ്രൈവിംഗ് ക്ലാസ്സിന് പോകാണ്ടാണ് ഇപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത്. എന്നെക്കാട്ടും ധൈര്യശാലിയാണ് ചിന്നു. അപ്പോൾ അവൾക്ക് പെട്ടെന്നൊക്കെ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ റോഡിലൂടെ പോകുമ്പോഴൊക്കെ ഇതുപോലെ പശുവൊക്കെ ഉണ്ടാവും. മനുഷ്യനേക്കാളും പശുക്കളാണ് റോഡിൽ കൂടെ ഇങ്ങനെ പോകുന്നത്. പിന്നെ എനിക്ക് കൗതുകം തോന്നിയ ഒരു കാര്യമാണിത്. ഒരു ആൻറ്റി കണ്ടില്ലേ, സൈക്കിളും സാരി കൊടുത്ത് സൈക്കിൾ ഓടിച്ചിട്ട് പോവാണ്. സാധാരണ ഇത് കർണാടകയിലും പോകുമ്പോൾ നമുക്ക് ഈ ഒരു സീൻ കാണാൻ പറ്റും കേട്ടോ. സൈക്കിളിൽ സാരിയൊക്കെ ഓടിച്ചിട്ട് പോകുന്ന ആൻറ്റിമാരെ കാണുന്നത്. ഇതിപ്പോൾ ആൻറ്റി നടക്കുകയല്ലേ ചെയ്യുന്നത്. പിന്നെ ഞാൻ അടുത്ത ഊഴം എൻ്റെതായിരുന്നു. ഞാൻ ആക്ച്വലി മ്യൂട്ട് ചെയ്തത് എൻ്റെ ഭാഗ്യമാണ്. അല്ലെങ്കിൽ എൻ്റെ പപ്പ എന്നെ ചീത്ത പറഞ്ഞാൽ കേൾക്കേണ്ടി വരും. ഞാൻ ഭയങ്കര ടെൻഷൻ്റെ ഒരാളാണ്. അപ്പോൾ എനിക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ഭയങ്കര ടെൻഷനാണ് കേട്ടോ. പെട്ടെന്ന് എൻ്റെ പപ്പ അത് ബ്രേക്ക് ചവിട്ട്, ആക്സിലേറ്റർ കൊടുക്കുക എന്നൊക്കെ പെട്ടെന്ന് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് ചെറിയ രീതിയിൽ ടെൻസ്ഡ് ആവാറുണ്ട്. പക്ഷെ 2-3 വട്ടം ഓടിച്ചപ്പോൾ ഞാൻ ഓക്കെ ആയി. അങ്ങനെ നമ്മുടെ ഡ്രൈവിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷം വന്നപ്പോൾ ഹെനു ബേബി നല്ല ഉറക്കമാണ്. അപ്പോൾ അപ്പോഴത്തേക്ക് ഞങ്ങൾ സലൂണിൽ പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. മുടിയൊക്കെ ഞങ്ങൾക്കൊന്ന് സെറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ സുജിലി മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ സലൂണിലാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. കന്യാകുമാരിയിൽ തന്നെയാണ്. അപ്പോൾ നീതുവിൻ്റെ വെഡ്ഡിങ് അവരൊക്കെയാണ്, പുള്ളിക്കാരിയാണ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് വെഡ്ഡിങ് മേക്കപ്പൊക്കെ. അവിടെ റെൻ്റൽ ജ്വല്ലേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതിന്ന് റെൻ്റൽ ജ്വല്ലറിൽ നിന്ന് നീതു ഒരു മാലയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചിന്നുവിൻ്റെ ഹെയർ സെറ്റിങ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനായിട്ട് നീതുവിനും ഉണ്ട്, പിന്നെ എനിക്കും ഉണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ടൈം ആകുന്നുണ്ടായിരുന്നു പോകാനൊക്കെയുള്ള. അപ്പോൾ ഞാനും എൻ്റെ ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത ശേഷം ഞങ്ങൾ അവിടെ നേരത്തെ ഇരിക്കുകയാണ്. മറ്റൊരു വ്ളോഗിൽ നമുക്ക് ബർത്ത്ഡേ വിശേഷങ്ങളും സ്പെഷ്യൽ മൊമെൻറ്റ്സൊക്കെ നമുക്ക് കാണാം. ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വ്ളോഗ്. ഇനിയും കുറേ ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സുമായിട്ട് നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. ടിൽ ദെൻ ബൈ.